ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം എവിടെയൊക്കെ സ്പർശിക്കാനാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടം സ്പർശിക്കാൻ അവൻ്റെ ചുണ്ടുകളിലാണ്. അവളുടെ ആ ഒരു കൈവിരൽ കൊണ്ട് ആ ഒരു പുരുഷൻ്റെ ചുണ്ടിൽ തൊടാൻ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ചില സ്ത്രീകൾക്ക് ചുണ്ടിൽ കിസ് ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കൂടുതലായിട്ടും ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ചിലർക്ക് ഇങ്ങനെ ചുണ്ടിലൊക്കെ ചുംബിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു പുരുഷനെ ചേർത്ത് കെട്ടിപ്പിടിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുണ്ടിലൊക്കെ സ്പർശിക്കാനും അല്ലെങ്കിൽ കിസ് ചെയ്യാനും ഒക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് എവിടെയൊക്കെയാണ് എന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പുരുഷൻ്റെ ശരീരത്ത് സ്ത്രീകൾക്ക് സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് അവൻ്റെ ചെവിയിലാണ്. ചെവിയിൽ സ്പർശിക്കാനും അല്ലെങ്കിൽ പുരുഷൻ്റെ ചെവിയിൽ കിസ് ചെയ്യാനും ഒക്കെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാർക്കും അവരുടെ ചെവിയിൽ സ്പർശിക്കുമ്പോൾ ഒരു പ്ലഷറൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ചെവിയുടെ പിറകിൽ കിസ് ചെയ്താൽ പുരുഷന്മാരുടെ ഒരു മൂഡ് തന്നെ ചേഞ്ച് ആകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചെവിയിലെ സീക്രട്ട് പറയുന്നത്, അതായത് രഹസ്യങ്ങളൊക്കെ പറയുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരുടെ ചെവിയിലൊക്കെ സ്പർശിക്കാനും കിസ് ചെയ്യാനും ഒക്കെ അവരും താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടാമതായിട്ട് സ്ത്രീകൾക്ക് സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് പുരുഷൻ്റെ ചെവിയിലാണ്. ഇനി മൂന്നാമതായിട്ട് ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടം എവിടെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ മൂന്നാമതായിട്ട് ഒരു സ്ത്രീക്ക് സ്പർശിക്കണം എന്ന് പുരുഷൻ്റെ ശരീരത്ത് ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം തോന്നുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പുരുഷൻ്റെ തുടയിലാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബോഡി പാർട്ടാണ് ഈ ഒരു തുട എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മടിയിൽ ഇരിക്കാനും അതേപോലെ തന്നെ തുടയിലൊക്കെ സ്പർശിക്കാനും കിസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മടിയിൽ കയറി ഇരിക്കാനും അതേപോലെ തന്നെ അവൻ്റെ തലമുടിയിൽ അല്ലെങ്കിൽ മീശ താടിയിലൊക്കെ സ്പർശിക്കാനും കിസ് ചെയ്യാനും ചുണ്ടിലൊക്കെ കിസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ചില സ്ത്രീകൾക്ക് പുരുഷൻ്റെ മടിയിൽ തല വെച്ച് കിടക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട് ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് അവൻ്റെ തുടയിലാണ്. ഇനി നാലാമതായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് എവിടെയാണ് എന്ന് നോക്കാം. ഇനി നാലാമതായിട്ട് വരുന്നത് പുരുഷൻ്റെ ചെസ്റ്റ് ഏരിയ ആണ്. പുരുഷൻ്റെ ചെസ്റ്റ് ഏരിയയിലൂടെ കൈവിരലൊക്കെ ഓടിക്കാൻ സ്ത്രീകൾക്ക് പൊതുവെ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ പുരുഷൻ്റെ ചെസ്റ്റിൽ തല വെച്ച് കിടക്കാനും അവിടെയൊക്കെ കിസ് ചെയ്യാനും ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമാണ്. ചില സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷൻ്റെ ആ ഒരു ചെസ്റ്റ് ഏരിയയിൽ രോമമൊക്കെ ഉള്ളതും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നാലാമതായിട്ട് സ്ത്രീകൾക്ക് സ്പർശിക്കാൻ ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ചെസ്റ്റാണ്. ഇനി അഞ്ചാമതായിട്ട് ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് എവിടെയാണ് എന്ന് നോക്കാം. അഞ്ചാമതായിട്ട് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കണം എന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത് ആ ഒരു പുരുഷൻ്റെ സ്കാൽപ്പിലാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഹെഡ് മസാജൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. ഹെഡ് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ത്രീകൾക്കും അവരുടെ ഉള്ളിലൊരു സന്തോഷം കിട്ടാറുണ്ട്. അവരുടെ മടിയിൽ കിടത്തി, അതായത് ആ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മടിയിൽ കിടത്തി
ആ ഒരു പുരുഷൻ്റെ തലയിലൂടെ കൈവിരൽ ഓടിക്കാനും ഹെഡ് മസാജൊക്കെ ചെയ്ത് കൊടുക്കാനും സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് പുരുഷന്മാരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു പുരുഷൻ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ ആ ഒരു സ്ത്രീ പിടിച്ച് മടിയിൽ കിടത്തി ഹെഡ് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ ആ ഒരു പുരുഷനും ഒരു റിലാക്സേഷനൊക്കെ കിട്ടാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ആറാമതായിട്ട് ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് എവിടെയാണ് എന്ന് നോക്കാം. ആറാമതായിട്ട് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്പർശിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുക അവൻ്റെ കഴുത്തിലാണ്. ആ ഒരു പുരുഷൻ്റെ കഴുത്തിൽ മൃദുവായിട്ട് സ്പർശിക്കുന്നതും അവിടെ കിസ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു പുരുഷന് പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യമാണ്. പൊതുവെ സ്ത്രീകൾക്കും അവളുടെ കഴുത്തിൽ പുരുഷൻ കിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പർശിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് പുരുഷന്മാർക്കും. ആ ഒരു സ്ത്രീക്ക് ആ ഒരു പുരുഷൻ്റെ കഴുത്തിൽ സ്പർശിക്കാനും കിസ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു പുരുഷൻ്റെ കഴുത്തിൻ്റെ പിറകിൽ കിസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ആ ഒരു പുരുഷൻ്റെ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്ലഷർ ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആറാമതായിട്ട് സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് ഒരു പുരുഷൻ്റെ കഴുത്തിലാണ്. പിന്നെ എല്ലാവരും പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കുക, ഈ ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനൊക്കെ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ശരീരത്തിൽ സ്പർശിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ പെർമിഷൻ എന്താണെങ്കിലും വാങ്ങിയിരിക്കണം. പിന്നെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആരും ആരുടെയും ശരീരത്തൊന്നും തൊടാൻ വേണ്ടി പോയേക്കരുത്. അതിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും അവരുടെ ശരീരത്തൊന്നും സ്പർശിച്ചേക്കരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ സ്പർശിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എപ്പോഴും നിങ്ങൾക്കാണ്. അതുകൊണ്ട് ആരും ആരുടെയും ശരീരത്ത് ഒരു പെർമിഷൻ ഇല്ലാതെ തൊടാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ കിസ് ചെയ്യാനോ ഒന്നും പോയേക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. ഇത് മാത്രമല്ല ഇതേപോലെ വേറെ കുറച്ചധികം ബോഡി പാർട്സ് കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറെ നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.